ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ചീനിയുടെ ഓട്ട മത്സരത്തിന് വന്നേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചീനി എങ്ങനെ ഓടുവോ ജയിക്കോ എല്ലാം കാണാൻ പാ. മഹാരാജാസിന്റെ ഗ്രൗണ്ടിലാണ് വന്നേക്കുന്നേ. ഓട്ടം ഉണ്ട്, പിന്നെ എന്തുവാടിയുള്ള ബോൾ ത്രോയും ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വന്നേക്കുവാണേ. അപ്പൊ ചീനിയുടെ ഒക്കെ കാറ്റഗറി വിളിച്ചു, നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാ ചീനി 100 മീറ്റർ ഓട്ടമാണ് കേട്ടോ ചെയ്യാൻ പോണേ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ചീനി ട്രാക്കിൽ കൂടെ ഓടാൻ പോകുന്നത്. അതും ഒരുപാട് പിള്ളേരുണ്ട്. ചീനി പഠിക്കുന്നത് സെന്റ് തെരേസാസ് സ്കൂളിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരുന്നത്. പ്രാക്ടീസ് അങ്ങനെ വലിയ അങ്ങനെ കൊച്ചു അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ജയിക്കുമോ നോക്കുമൊന്നും അല്ല, ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്പോർട്സിന്റെ ഇതില്. ചീനിനെ സംബന്ധിച്ച് ചീനിക്ക് ടെൻഷൻ ഉണ്ടോടി? ചീനിക്കൊരു ടെൻഷനും ഇല്ല. തോറ്റാലും ചെറുതായിട്ടോ, തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ സന്തോഷാണ്. കാരണം എന്തോരം പിള്ളേരാന്നറിയാവോ. ഞങ്ങൾ ഓർത്തത് എറണാകുളം ജില്ലയിലെ പിള്ളേര് മാത്രമാണ്, പക്ഷെ കേരളം മുഴുവനുള്ള പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. പാലക്കാട് നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കാണാം ഇനി എങ്ങനെയാന്ന്. ഇപ്പൊ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ ചീനിയുടെ നമ്പർ വാങ്ങിക്കൊണ്ടുവന്നേടി, നമ്പർ കാണിക്കാം. 2007 ആണ് ഞങ്ങളുടെ നമ്പര്. ചീനിക്ക് ഞാൻ സീക്രട്ട് എനർജി സാധനമൊക്കെ കൊടുത്തിട്ടാ കൊണ്ടുവന്നത്. എന്തുവാണ് ചീനി പറയേ? ചീനി പറഞ്ഞേടി. Shara. ബാക്കി ഡയലോഗ് പറ. Shara is secrets of my energy. ചാളയാണ് ചീനിയുടെ സീക്രട്ട്, എനർജിയുടെ സീക്രട്ട് കേട്ടോ. തോക്കുവോ ജയിക്കുവോ എന്തോ, എന്നാലും ചാളയാണ് ഞങ്ങളുടെ എനർജി. ചീനിനെ നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാവേ. ചീനി, ഓട്ടത്തില് ചീനിയുടെ ഇൻസ്പിറേഷൻ ആരാ? ചീനിക്ക് ഓട്ടത്തില് എന്തുവായിരുന്നു പറയുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട് അതേപോലെ ആവണം എന്ന് വിചാരിക്കണ ആരാ? അതാരാന്നൊന്നും എനിക്കും അറിയത്തില്ല. അതാരാടി ചീനി? ഒരു ഓട്ടക്കാരിയാ. പക്ഷെ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് കേട്ടാ, പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരുടെ സ്റ്റൈൽ അടിപൊളിയാണ്. മറ്റേ ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് USA ആരാണ്ടല്ലേ? USA ഓട്ടക്കാരിയാ. നല്ല ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് സ്റ്റൈലാണ്. ഇത്രയും നീളത്തില് നഖമൊക്കെ വളർത്തിയാലേടി? നീളത്തില് നഖവും ഹെയർ സ്റ്റൈല്. രാവിലെ എന്നോട് ചീനി പറഞ്ഞു അതുമാതിരി ഹെയർ സ്റ്റൈൽ ആക്കി കൊടുക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു, ടൈമും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മള് അടുത്ത തവണ നമ്മള് അതുപോലെ തന്നെയാവും അല്ലേടി ചീനമ്മ? സെറ്റ്. ഓട്ടത്തിന് ഞങ്ങൾ സന്തോഷപൂർവ്വം തോറ്റിരിക്കുകയാണ്. കിടക്കുന്നത് നോക്കൂ അനന്തശൈലത്ത്. ഞങ്ങൾക്ക് തോൽവി ഇതൊന്നും ഒരു പ്രശ്നവും അല്ല. ഇനി നമുക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ള ബോളാണ്, ബോൾ ത്രോ. നമുക്ക് അതും കൂടി എങ്ങനെയാന്ന് നോക്കാം. അതും നമുക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളങ്ങനെ ജയിക്കാൻ വന്നൊന്നുമല്ല, നമുക്ക് ഇങ്ങനെ മത്സരിക്കണം ഒരു ആഗ്രഹത്തോടെ വന്നാണ്. പിന്നെ ഞാൻ അവളോട് മര്യാദക്ക് പറഞ്ഞതാ, 3 ചാള തിന്നടിന്ന്. അവൾ ഒരെണ്ണേ തിന്നുള്ളൂ. അതുകൊണ്ട് അവള് 4ാമത് കയറിയത്. നമുക്ക് നോക്കാം, ഇനി ബോൾ ത്രോയും കൂടി നോക്കാം. ചീനി ക്ഷീണിച്ചു പോയി. ഇനി പൊട്ടിക്കരയാമോ? അവക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേടി? ഞങ്ങളെ തോറ്റേന്റെ സന്തോഷത്തിൽ ഐസ്ക്രീം തിന്നാൻ പോവാണ് അല്ലെ ചീനി? ആന്ന് പറ ചീനി. ഞങ്ങൾ തോറ്റത് ഐസ്ക്രീം തിന്നാൻ പോവാണേ. ബാ, ചീനിക്ക് ഏതാ ഐസ്ക്രീം? ഏതാ വേണ്ട? ചോക്കോബാറാ? ഒരു മത്സരത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടി. ഇനി ഉച്ചക്ക് ഞങ്ങൾക്ക് അച്ചായി ബിരിയാണി മേടിച്ചു തരും ഇല്ല ചീനി? നമുക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷമുള്ളത്.